ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡ്യൂക്ക് 250യുടെ സ്റ്റോക്ക് വരുന്ന ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഇഷ്യൂ ആണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡ്യൂക്ക് 250ക്ക് വരുന്ന സ്റ്റോക്ക് ബ്രേക്ക് പാഡ് അത്യാവശ്യം ബൈറ്റുള്ള ഒരു ബ്രേക്ക് പാഡ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ബ്രേക്ക് പാഡിന് ഒട്ടും ലൈഫില്ല. എനിക്ക് കിട്ടിയ ബ്രേക്കിംഗ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3500 കിലോമീറ്ററാണ്. അതും എനിക്കൊരു 1500 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഇത് സ്പോഞ്ച് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ ഒത്തിരി ഇങ്ങോട്ട് പുള്ളായി പോകും, നമ്മൾ ഈ ക്ലച്ച് വരുന്ന പോലെ തന്നെ അങ്ങനെ പുള്ളായി വരുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ പമ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇത് ശരിയാവും. അപ്പോൾ അങ്ങനെ പ്രശ്നം കണ്ടപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് ബ്രേക്ക് ഇങ്ങനെ സ്പോഞ്ചിയായി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അവർ പറഞ്ഞ മറുപടി, ഡ്യൂക്ക് 250യുടെ ബ്രേക്ക് ഇങ്ങനെയാണ്, നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല ഡ്യൂക്ക് 250യുടെ ബ്രേക്ക് ഇങ്ങനെയാണെന്നൊക്കെ നമ്മളോട് മറുപടി പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ വീണ്ടും ഇതേപോലെ പമ്പ് ചെയ്ത് ഓടിച്ചു. ആൻഡ് അത് കഴിഞ്ഞൊരു 3500 കിലോമീറ്റർ അടുത്തായപ്പോൾ എനിക്ക് ഒരു തവണ ഇതുപോലെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് ദൂരെ ഒരു വണ്ടി, ഞാൻ ചുമ്മാ ഒന്ന് ബ്രേക്ക് പിടിച്ചു. എനിക്കറിയില്ല ഞാൻ എന്തിനാണ് വണ്ടി ഫ്രണ്ടിൽ ഇല്ലാതിരുന്നിട്ടും ബ്രേക്ക് പിടിച്ചതെന്ന്. പക്ഷേ ഞാൻ അങ്ങനെ ബ്രേക്ക് പിടിച്ചപ്പോൾ ഈ ക്ലച്ച് വലിയുന്നത് പോലെ ഇത് ഫുൾ വലിഞ്ഞു വന്നു. ഒരു പിടുത്തവും കിട്ടുന്നുമില്ല. അതുപോലെ ഡിസ്കിൽ ഒരയുന്ന ഒച്ചയും കേൾക്കാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായി, അതായത് എൻ്റെ ബ്രേക്ക് തീർന്നെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്തുകൊണ്ട് ഈ ഡിസ്കിൽ ഒരയുന്നോളം വരെ ഇത് നോക്കിക്കൊണ്ടിരുന്നുവെന്ന്. എൻ്റെ ഒരു അസംഷനിൽ ഒരിക്കലും ഒരു 3500 കിലോമീറ്ററിൽ ഈ ഒരു ഫ്രണ്ട് ബ്രേക്ക് പാഡ് തീരില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നേ ഇല്ല നമ്മളൊരിക്കലും അസ്യൂം ചെയ്യുന്നില്ല 3500 കിലോമീറ്ററിൽ ഈ ഒരു ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് തീരുമെന്ന്. അപ്പോൾ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ സർവീസ് സെൻ്ററിലോട്ട് കൊണ്ടുപോയി ബ്രേക്ക് പിടിക്കാതെ ബാക്ക് ബ്രേക്ക് തന്നെ യൂസ് ചെയ്ത്. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ ബ്രേക്ക് പാഡ് തീർന്നെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഈ ഒരു ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് 2000 കിലോമീറ്ററൊക്കെ ആണെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ എടുത്ത ഒരു പുതിയ വണ്ടി ആൻഡ് അതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് 2000 കിലോമീറ്റർ ആണെന്ന്. ആൻഡ് ഇത് ഡ്യൂക്ക് 250ക്ക് മാത്രം സംഭവിക്കുന്നതല്ല, ട്രയംഫിൻ്റെ ചില മോഡൽസിന് വരുന്നുണ്ട്. ആൻഡ് ബജാജിൻ്റെ ചില വണ്ടിയേക്കും ഇത് തന്നെ കാണുന്നുണ്ടെന്നാണ് സർവീസ് സെൻറ്ററിലുള്ളവരല്ല, ഷോറൂമിലുള്ളവർ എന്നോട് പറഞ്ഞത്. അവരുമായിട്ട് അത്യാവശ്യം കമ്പനി ചെയ്തു. ആൻഡ് ഇത് ഒരിടത്തും ആരും പറയുന്നില്ല. അതായത് റിവ്യൂവേഴ്സ് പോലും ഇത്ര വണ്ടിയുടെ റിവ്യൂ ചെയ്യുമ്പോൾ അവർ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക് പാഡിൻ്റെ ലൈഫിനെ പറ്റി യാതൊന്നും പറയുന്നില്ല. ബിക്കോസ് അവർ പറയാത്തതിന് ഒരു കാരണമുണ്ട്. അവർ ഇത്രയും കിലോമീറ്റേഴ്സ് ചിലപ്പോൾ ഇത് ഓടിക്കുന്നില്ലായിരിക്കും, അവർ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടായിരിക്കും പറയുന്നത്. അവർക്കിത് അറിയാനും സാധ്യതയില്ല. പക്ഷേ ഒരു വലിയ യൂട്യൂബർ ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്തപ്പോൾ ഇതിൽ സ്റ്റോക്ക് വരുന്നത് സിൻഡേഡ് ബ്രേക്ക് പാഡാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിയും തെറ്റ് പറയാൻ പറ്റില്ല, ബിക്കോസ് ആ സമയത്ത് സിൻഡേഡ് ബ്രേക്ക് പാഡ് ആയിരിക്കും ഇതിൽ കിടന്നത്. എങ്ങനെയാണ് അപ്പോൾ ഇതിൽ സിൻഡേഡ് ബ്രേക്ക് പാഡ് വന്നത്? ഈ ഒരു ടെസ്റ്റ് റൈഡ് വണ്ടി ഒരു 1000 കിലോമീറ്ററോ 1200 ഒക്കെ ആയപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ട്. അപ്പോൾ അവർ മാറ്റി സിൻഡേഡ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു വണ്ടിയിൽ സിൻഡേഡ് ബ്രേക്ക് പാഡ് ആ ഒരു റിവ്യൂ ചെയ്യാൻ നേരം കണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഞാൻ ഏത് ബ്രേക്ക് പാഡാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മാറിയപ്പോൾ സിൻഡേഡിലോട്ട് ഞാനും മാറി. അതായത് KTMൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ സിൻഡേഡിലോട്ട് മാറുമ്പോൾ നമുക്ക് 2600 to 2700 ഇൻക്ലൂഡിങ് ലേബർ കോസ്റ്റാണ് വരുന്നത്. ആൻഡ് ഞാൻ ഈ ഒരു സിൻഡേഡിലോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ 3500 മാറിയതാണ്. ഇപ്പോൾ 7800 ആയി. സ്റ്റിൽ നമുക്കൊരു സ്പോഞ്ചിനെസ്സും ഒന്നും വന്നിട്ടില്ല. നിങ്ങൾക്കൊരു എക്സ്ട്രാ 2000-3000 ആ മേടിക്കുന്ന സമയത്ത് തന്നെ ചാർജ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു സിൻഡേഡ് ബ്രേക്ക് പാഡ് ഇട്ട് തരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാതെ സിൻഡേഡ് ബ്രേക്ക് പാഡ് ഇടാം. ഇല്ലെങ്കിൽ സ്റ്റോക്ക് നല്ലൊരു ബ്രേക്ക് പാഡ് ഇട്ട് തരിക, ഓർഗാനിക് ആണെങ്കിലും. അത് ആ ഒരു ബ്രേക്ക് പാഡിൻ്റെ ബൈറ്റൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ബ്രേക്കിംഗ് ബൈറ്റ് ഉണ്ടായിരുന്നു ആദ്യം. പക്ഷേ ഇത് പെട്ടെന്ന് സ്പോഞ്ചി ആയിട്ട് പോകുന്നു. അതാണ് പ്രശ്നം. KTM ഇത് അഡ്രസ്സ് ചെയ്യാതെ എന്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നു എനിക്കറിയില്ല. ബജാജിൻ്റെ വണ്ടികൾക്കും ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ബജാജിൻ്റെ ഒരു കൈകടത്തലുണ്ടോ എന്നെനിക്ക് തോന്നുന്നു. സോ നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇതിൻ്റെ ബ്രേക്ക് സ്റ്റോക്കിൽ നിന്ന് സിൻഡേഡാക്കി മാറ്റുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രേക്ക് പാഡ് എടുത്ത് ഇടുക. ബിക്കോസ് നമ്മൾ അത്യാവശ്യം ഒരു ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് സ്പോഞ്ചി ആയി പോകും.